ഞാൻ പഠിക്കുന്ന കാലത്തെ ഡാൻസ്, ഡ്രാമ ഇതിലൊക്കെ നമ്പർ 1 ആയിരുന്നു സ്കൂളിൽ. അങ്ങനെ ഞാൻ കേരള കലാമണ്ഡലത്തിൽ ചേർന്നു. അവിടെ 3 വർഷം പഠിച്ചു ഭരതനാട്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മങ്കര നായർ വീട്ടിൽ ദാസ് എന്ന് പറഞ്ഞൊരു ക്യാമറാമാനുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഡാൻസ് പഠിപ്പിച്ചിരുന്നു അവരുടെ മരുമക്കളെ. അന്ന് എനിക്ക് വയസ്സ് 11 വയസ്സ് 12 വയസ്സാണ്. അപ്പോഴും ഞാൻ ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, എന്താണ് മോൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് വലിയ ആഗ്രഹമാണ്, എന്നെ അഭിനയിക്കണം, സിനിമയിൽ വലിയൊരു നടിയാവണം എന്നൊക്കെയുള്ള വലിയ വലിയ ആഗ്രഹമാണെന്ന് പറഞ്ഞു. ശരി, അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ മോളുടെ ഫോട്ടോ കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ സേതുമാധവൻ സാറെ കാണിക്കാം എന്ന് പറഞ്ഞു. സേതുമാധവൻ സാറെ വന്ന് കണ്ടു. അപ്പോൾ സേതുമാധവൻ സാർ ഫസ്റ്റ് ചോദിച്ചത്, ഇത്രയും ചെറുപ്പത്തിൽ ഇനിയിപ്പോൾ അഭിനയിക്കാൻ തുടങ്ങണം മോളെ, അച്ഛൻ നല്ല ജോലിയും നല്ല ഇതും സ്ഥിതിയായിട്ടിരിക്കുന്ന സ്ഥിതിക്ക് എന്തിനാ ഇപ്പോൾ അഭിനയം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അഭിനയിക്കാൻ വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ 7 രാത്രികൾ രാമുകരിയാട് സാറ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. സേതുമാധവൻ സാറ് ഒരു ലെറ്റർ തന്നു രാമുകരിയാട് സാറിന്. അപ്പോൾ അവർ എഴുത്തിനീത്തി ഭർത്താക്കന്മാരാണല്ലോ. അപ്പോൾ അവർ ലെറ്റർ തന്നു. അങ്ങനെ ലെറ്റർ കൊണ്ടുപോയി കൊടുത്തു. ചട്ടുകാലി മറിയുടെ റോളായിട്ട് അഭിനയിച്ചു. എൻ്റെ ഫസ്റ്റ് മേക്കപ്പ് ടെസ്റ്റ് നടത്തിയത് സേതുമാധവൻ സാറാണ്. യക്ഷി എന്നുള്ള പടത്തിൽ ഒരു കോളേജ് സ്റ്റുഡൻ്റ് റോളായിട്ട് ഞാൻ ആദ്യമായിട്ട് സാരി ഉടുത്തത് ആ പടത്തിലാണ്. പിന്നെ സത്യം മാഷും വെണ്ണിരാടയും നിർമ്മലയും ആണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവരുടെ കൂടെ എനിക്ക് ആ ഫസ്റ്റ് മേക്കപ്പ് ടെസ്റ്റ് കഴിക്കാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം, വളരെ എൻ്റെ ഒരു ആഗ്രഹം സഫലമായ സംഭവമായിരുന്നു അന്ന്. അത്രയും വളരെ സന്തോഷം. എൻ്റെ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് സത്യമാഷ്, അവരുടെ കൂടെ ആദ്യമായിട്ടൊരു ഷോട്ട് സിനിമയിൽ എൻ്റെ വന്നു. അത് സിനിമയിൽ വരും ചെയ്തിരുന്നു. ആ ഷോട്ട് വന്നു എന്ന് പറയുന്നത് എനിക്കൊരു വളരെ അഭിമാനമാണ്. വെണ്ണിരാടയും നിർമ്മലയുടെ കൂടെ ഞാൻ വരുന്നു, കൂടെ കൂട്ടുകാരിയായിട്ട് ഒരു ഷോട്ട് വരും. ആ ഒറ്റ ഷോട്ടാണ് എൻ്റെ ആദ്യത്തെ ഷോട്ട് സിനിമയിലത്തെ. അതിനുശേഷം 7 രാത്രികൾ അഭിനയിച്ചു. പിന്നെ അനാഥയിൽ നസീർ സാറുടെ പെങ്ങളായിട്ട് അഭിനയിച്ചു, കൊച്ചുമോളായിട്ട്. പിന്നെ വെള്ളിയാഴ്ച, അങ്ങനെ ചെറിയ ചെറിയ റോളുകൾ, അതായത് അനിയത്തി അങ്ങനെയുള്ള ചെറിയ ചെറിയ റോളുകൾ അഭിനയിച്ചു.